പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 16 തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ്, ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാൻ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമ്മയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസം മാറാതെ നിങ്ങളുടെ വീട്ടിൽ വരും.
നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മുന്നേറ്റങ്ങളിലെ ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴു ഉണ്ടാവുമെന്ന് പറയണില്ലേ? അത് പൂവിടണ കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും, ചിലപ്പോൾ പുഴുവായിരിക്കും. അത് മാങ്ങ പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ പുഴു അതുപോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക്. ഇങ്ങനെ ഒരു ഗതികേടുണ്ട്. സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായല്ല, നമ്മൾ അറിയത്തില്ല. അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മൾ കരിസ്മാറ്റിക്, ഇപ്പോൾ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിരുന്നതാണ്. ഇപ്പം മരിയൻ ധ്യാനം നടക്കണം. ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യകാലങ്ങളൊക്കെ വരുന്നവർ നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു 12 ഇടവക കൊച്ചച്ഛനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട്. അപ്പം അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ. പക്ഷേ അവർ ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, അതുപോലെ തന്നെ അന്തരീസൗഖ്യ ധ്യാനം കൂടി, പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി, ഓരോരോ ധ്യാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും. അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവ് ഉണ്ടെങ്കിൽ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും. അപ്പോൾ ഇത് എന്നെ കണ്ടുപിടുത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ നമ്മൾ കണ്ട വചനം ഒന്ന് വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ എന്താ കണ്ടത്? 1 കൊരിന്ത്യർ 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതിലെനിക്ക് അഹംഭാവം കണ്ട ഈ സാധനം കയറി വരും. അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും. ഇത് പൗലോസിൻ്റെ ഒരു നിരീക്ഷണമാണിത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു, എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. പത്രോസിനെ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. അപ്പം ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത്. കാര്യം അദ്ദേഹം പറയത്തില്ലേ, നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യകാര്യങ്ങൾ അദ്ദേഹം പറയണത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു അഹംഭാവം ഉണ്ട്. പക്ഷേ ക്രമേണ ക്രിസ്തു ആ മേഖലയെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കണമെന്ന് പറയും. അത് പ്രോസസ്സാണ്. ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. പൗലോസിൽ വളരെ നന്നായിട്ട് നടന്നത്, പൗലോസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്രോസിനേക്കാൾ പാടായിരുന്നു പൗലോസിനെ വിട്ടുകൊടുക്കാൻ. ഗർവ് കൂടുതലായിരുന്നു. പത്രോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ്. അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ശാഠ്യം പിടിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും. അത് ഒഴിവാക്കാമായിരുന്നു. പത്രോസ് ആര്? ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ? അവൻ്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത്.
അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ, അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കഴുത്തെ പിടിച്ചുള്ള താഴെയിട്ട ആളാണ്. അയാൾക്ക് മനസാന്തരം ഉണ്ടായി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ല. ശരിക്കും പൗലോസിന് അവസാന കാര്യങ്ങളിലാണ് ശരിക്കും പാകത വരണത്, കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന്. ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത്. നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും. കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ, അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാ ദാസന്മാരാണെന്നൊക്കെ പറയണില്ലേ, അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പോടെ ഇല്ലെന്നേ പറയണത്. അതാണ് ഈശോ പറഞ്ഞതാണ് സംഭവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമല്ലേ 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. അപ്പൊ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതാണ് ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് സെർവൻ്റ് ആണെന്ന്. പക്ഷെ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നല്ല സമയമെടുക്കും. അത് ഓരോ വിഷയമെന്ന് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും, ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും. പക്ഷെ അപ്പം നമ്മളവർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന്. പക്ഷേ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ എളിമയുള്ളവരാണ്, വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അത് കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും. നമ്മൾ ഇന്ന് വരെ കണ്ടു, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒന്നും ഒരു ആധ്യാത്മിക ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും. കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ, നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാധീനതകളെ പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ അഹംഭാവം ആദ്യമേ പൗലോസ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്. ഇപ്പം ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിമല്ലേ. എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്നതാണ് ആൾക്കാർ നോക്കണത്. എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം. ഇപ്പം ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും. ക്ലെയിം ഉണ്ടാകാം, പക്ഷേ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും. 1 കൊരിന്ത്യർ 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അടിപൊളി. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇതാണ് ക്ലെയിമിന്റെ പ്രോബ്ലം. നമ്മൾ ദൈവദൃശ്യനെ പോലും ക്ലെയിം വെക്കാൻ പറ്റത്തില്ല. കാര്യം ആ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ ആർജിച്ചതല്ല ബൈബിൾ പറയും ദാനമാണെന്ന് പറയും.
ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന്. ഇത് ഒരു സറണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ, റെഡി ടു സറണ്ടർ. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ പുറകെ, ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെ അല്ലേ പറഞ്ഞു തരണത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ബിൻസി. താമരശ്ശേരി രൂപതയിൽ ആനക്കാമ്പോയിൽ സെൻറ്റ് മേരീസ് ഇടവങ്കയിൽ നിന്നാണ് ഞാനിവിടെ എത്തിയത്. 2022 ഒക്ടോബർ 21 ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം 22 അന്ന് എൻ്റെ വീട്ടിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളുള്ളൊരു സമയമായിരുന്നു. ഞാൻ ബാംഗ്ലൂരുള്ള ഒരു വീട്ടു ജോലിക്ക് പോയി. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് മുൻപോട്ട് ജീവിക്കണമെന്ന് എനിക്കൊരു തരുമ്പ് പോലും ആഗ്രഹമില്ലാതിരുന്നൊരു സമയത്ത് യാദൃശ്ചികമായിട്ട് എനിക്കൊരു ഫോൺ കിട്ടുകയും ആ ഫോണിൽ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കാണാനും എനിക്കിടയാവുന്നു. ആ ടോക്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകളും എൻ്റെ ബുദ്ധിമുട്ടുകളുമായിരുന്നു. പിന്നീട് ഓരോ നിമിഷവും എനിക്ക് പിന്നെ ആ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ആ തോന്നലിൽ നിന്ന് ഞാൻ മാറി മാറി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 22 കരഞ്ഞ് വല്ലാതെ കരഞ്ഞ് വിഷമിച്ച് കട്ടിലിൽ ഞാൻ കിടക്കുമായിരുന്നു. ആ സമയത്ത് ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, അന്നേരം ചോറൊന്നും ഉണ്ടിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ അവർ വന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ടിന് നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പം എനിക്കതാരാന്നൊന്നും അങ്ങനെ തോന്നുന്നൊന്നുമില്ല, ഒരു പ്രത്യേകിച്ചൊരു വികാരമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ അവരുടെ ഒരു കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ അവരായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു നോക്കിയപ്പോൾ ആ കൊച്ചപ്പുറത്തെ കട്ടിലേൽ അവിടുത്തെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാരാന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓർത്തു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുമ്പം ഈ അൾത്താരയുടെ ആ ഭാഗത്ത് കാണുന്ന ആ നിറങ്ങൾ, ആ പിങ്ക്, റോസ്, പിന്നെ ഈ ക്രൂശിത രൂപത്തിൻ്റെ അടുത്തോട്ടുള്ള ആ ഗോൾഡൻ കളറ്, ഈ കളറുകളെല്ലാമാണ് അവരുടെ ചുറ്റും ഉണ്ടായിരുന്നത്. വളരെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു രൂപമായിരുന്നു. കുറേ നേരം അങ്ങനെ എന്നെ നോക്കി പുഞ്ചിരിച്ച് നിന്നിട്ട് അതും പിന്നെ അങ്ങ് മാഞ്ഞു പോയി. അപ്പം എനിക്ക് പിന്നീട് തോന്നി അത് അമ്മ മാതാവായിരിക്കുമോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. ഭയങ്കര നിരാശയിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഉടമ്പടി ധ്യാനം ഞാൻ ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന് കുറേ ആയിട്ട് ഭയങ്കര വേദനയും നടുവിന് വേദന. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പോയി ഇഞ്ചക്ഷൻ എടുക്കണം. നടുവുമിന്നലുണ്ടാവും. കാലിൻ്റെ വലതുകാലിൻ്റെ തുടയിൽ വലിയൊരു നീര്, ഫയൽമാന്മാരുടെയൊക്കെ മസിൽ വീർത്ത് നിൽക്കുന്ന പോലെ ഒരു തുട മാത്രം വീർത്ത് നിൽക്കുമായിരുന്നു. പിന്നെ കാലിനൊരു ചട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ധ്യാനം എങ്ങനെ കൂടുക, ഞാൻ ആ നിൽക്കുന്ന വീട്ടിലൊരു കൊച്ചിനെ മാത്രം നോക്കാനുള്ളൂ. അപ്പം അതിൻ്റെ അപ്പനും അമ്മയും ജോലിക്ക് പോവും. അപ്പം ഞാൻ ആ സമയത്ത് ഈ യൂട്യൂബിലെ ഈ ധ്യാനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സാക്ഷ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഈ ധ്യാനം കൂടി, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേസ്റ്റ് താഴെ കൊണ്ട് കളയാനുണ്ട്. ഞങ്ങൾ 5ാമത്തെ നിലയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാലിൻ്റെ ചട്ടില്ലേ, എനിക്ക് ചട്ടുന്ന പോലെ എനിക്ക് തോന്നിയില്ല. കാലിങ്ങനെ ഒരു സ്പ്രിങ് തെറിക്കുന്ന പോലെ ഇങ്ങനെ തെറിക്കുമായിരുന്നു. അപ്പം ഇതിനു മുമ്പ് ഒത്തിരി ചികിത്സിച്ചതാണ് കാല്, നടുവിന് വേദനയ്ക്കൊക്കെ ഒരുപാട് ചികിത്സിച്ചാണ്. പക്ഷേ അതൊന്നും മാറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അത് മാറുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നുമില്ല, അത് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുവാണ് എൻ്റെ കാലിൻ്റെ ഈ ചട്ട് പോയോ. അപ്പോൾ വേഗം ഞാൻ ആ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു ഓടി മുകളിൽ പോയി നോക്കി. എൻ്റെ കാലിൻ്റെ തുട നോക്കിയപ്പോൾ ആ നീരവിടെ കാണാനില്ല. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കാലിന് ആ നീര് വന്നിട്ടില്ല, എൻ്റെ കാലിന് ചട്ടില്ല, എനിക്ക് നടുവിന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാറില്ല. എനിക്ക് വളരെ അപൂർവമായിട്ടെങ്ങാനും ഇടയ്ക്കൊരു വേദനയോ പ്രശ്നങ്ങളോ വന്നാലേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ എനിക്കില്ല. അതൊന്നാണ് എൻ്റെ സാക്ഷ്യം. ഇംഗ്ലീഷ് മെഡിസിന് കുറേ നോക്കി. അത് കൂടാതെ ആയുർവേദം, വയനാട്ടിലൊരു ആദിവാസി അമ്മയുടെ അടുത്ത് പോയി അവർ തിരുമ്മി അങ്ങനെ ചികിത്സിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇളകി, വീണ്ടും ബുദ്ധിമുട്ട് കൂടുതലായി. പിന്നെ കുറേ നാൾ ആയുർവേദം മരുന്നുകൾ പിന്നെ ഞങ്ങൾ കഴിച്ചു. പക്ഷേ ഇതിനൊന്നും മാറ്റം ഉണ്ടല്ല. അപ്പോൾ ഇനി ഇത് മാറുമല്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ കാലിന് പൂർണ്ണമായിട്ട് എൻ്റെ കാലിന് മാറി. അതിനുശേഷം
പിന്നീട് വന്നത് ഇവൻ്റെ പ്രശ്നമായിരുന്നു. വീട്ടിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ നേരത്താണ് ഇവൻ്റെ +2 പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇയർ ഇവൻ പാസ്സായി, സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും കൊച്ച് ഫെയിലായി. വീട്ടിൽ അതുപോലത്തെ അസ്വസ്ഥതയായിരുന്നു. ഞാനും ഇല്ല വീട്ടിലെ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടുകളായിരുന്നു അവിടെ. ആ സമയത്ത് കൊച്ച് ഫെയിലായി. അപ്പം ചുറ്റുമുള്ള ഒരുപാട് പരിഹസിച്ച് ഒത്തിരി വേദനിപ്പിച്ച് ചേട്ടാ അതിനെയൊക്കെ വിളിച്ച് ഒരുപാട് പേര് കൂടി നിന്ന് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ശരിക്കും തലയുയർത്തി നടക്കാൻ മേലാത്ത പോലെ. മക്കൾക്കൊക്കെ പല കഴിവല്ലേ ഉണ്ടാവും, എല്ലാവർക്കും ഒരേ കഴിവില്ലല്ലോ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാനാകെ കരഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, അമ്മേ ഇവൻ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവനൊന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നല്ല കഴിവ് ഇവൻ അമ്മയൊന്ന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനോട് കൃപാസന മാതാവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാമോന്ന്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരുള്ളത്, ഇവനോട് ഫോണിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ ഒരു ചിത്രം വരച്ച് തരാമോ എന്ന് ചോദിച്ചു. അവനപ്പം തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടു. ഞാനത് അന്നേരം സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇവനോട് പറഞ്ഞു, ഇനി നീ ഒന്നും പേടിക്കണ്ട, ഇനി അമ്മ നിൻ്റെ കാര്യം നോക്കിക്കോളും എന്ന് ഇവനോട് പറഞ്ഞു. ഇവനതന്നേരം വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ പിന്നീട് ഞാൻ കണ്ടത് അത്ഭുതമാണ്. അവൻ വരച്ച ഒരു ചിത്രമാണ് ഇതേപോലെ ആരുടെ ചിത്രം വരച്ചു കൊടുത്താൽ, മനുഷ്യരുടെ ആരുടെ പലരുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ കൊടുത്താൽ അവരൊന്നിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ വരച്ച് ഫ്രെയിം ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ചെറിയ വരുമാനം അവന് കിട്ടുന്നുണ്ട്. എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആരും പഠിപ്പിച്ചതല്ല, ഒരിടത്തും പോയി ഒരു കോഴ്സും ഇവൻ പഠിച്ചിട്ടില്ല, ആരും അവനെ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് ആരും അവനെ കാണിച്ചു കൊടുത്തില്ല. പക്ഷേ ഇന്ന് അവനിങ്ങനെ ചെയ്യുന്നു. അതെന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു ഒന്ന്. പിന്നെ 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടുവേലയ്ക്കൊക്കെ പോകുമ്പം കുറേ പേരൊക്കെ പരിഹസിക്കും. അങ്ങനെ ഒരാൾ പറഞ്ഞു, നീ ഇങ്ങനെ നിൻ്റെ വൈഫിനെ പണിക്ക് വിടാതെ ഒരു മുറുക്കാൻകടയൊക്കെ ഇട്ട് ആ വീട്ടിൽ അങ്ങനെ നിർത്തുക, വീടിന് മുമ്പിലൊരു മുറുക്കാൻകട ഇട്ടാൽ മതി, മക്കളെ പോറ്റാൻ അത് മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇന്നത്തെ കാലത്ത് ഒരു മുറുക്കാൻകടയും കൊണ്ട് ഒരു കുടുംബം മുമ്പോട്ട് പോകും. ഡിഗ്രി പഠിക്കുന്ന കൊച്ച്, ഇവൻ +2കാരന്, അതിനും ചെറിയൊരു കൊച്ച്, പ്രായമായ കാരണന്മാർ, എല്ലാവരെയും കൂടെ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് അത് സാധിക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് അന്ന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്ന പണിക്കൂലിയും എനിക്ക് എങ്ങും എത്തുകയില്ലായിരുന്നു. കടമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും വയ്യാതെ 2 വർഷത്തോളം വീട്ടിലിരുന്ന സമയമായിരുന്നു. അപ്പം ഒന്നുകൊണ്ടും തികയാത്തൊരു സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അന്നത്തെ ആ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, ഒരു മുറുക്കാൻകട ഇട്ടാൽ 3 കുഞ്ഞുങ്ങളെ നമുക്ക് പോറ്റാൻ പറ്റുമെന്ന്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അച്ഛനോട് ആരും വന്ന് പറഞ്ഞല്ല, പക്ഷെ അച്ഛൻ ഈ ആൾക്കാരെ നിന്ന് അത് പറയുകയാണ്. എനിക്ക് അപ്പം തന്നെ എനിക്ക് എൻ്റെ വിശ്വാസം കൂടി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് 30,000 രൂപ എനിക്ക് കൂലി കിട്ടണം. എൻ്റെ അമ്മച്ചി അന്ന് വീണായിരുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ. അമ്മച്ചി ഒന്ന് വീണായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും ഞാൻ അമ്മച്ചിയെ നോക്കേണ്ടതാണ്. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരു കാരണവശാലും അമ്മച്ചിയെ പോയി നോക്കാൻ പറ്റത്തില്ല, ചേട്ടായിയാണ് അമ്മച്ചിയെ നോക്കുന്നത്. അപ്പം ഈ അമ്മച്ചിയുടെ പ്രായമുള്ള ഒരു അമ്മേനെ എനിക്ക് തന്നേരം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പിന്നെ എനിക്ക് എന്നും പള്ളിയിൽ പോകാനും പറ്റണം. എനിക്ക് 3 നിയോഗം ഒന്ന് സഹായിച്ചു തരണേന്ന് അന്നത്തെ ഉടമ്പടി ആരാധനയിൽ ഞാൻ ഈ അച്ഛൻ ആരാധന മധ്യേ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. അതിൻ്റെ കൂടുതൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, പക്ഷേ അവരാരും നിങ്ങളെ സഹായിക്കത്തില്ല. ഒരാളെ എടുത്തുകൊണ്ട് ഓടിയാൽ എത്ര വേഗത്തിൽ ഓടിയാൽ അവർ സ്പീഡിലാകും, അതുപോലെ അവരുടെ ജീവിതം മാറാൻ പോകാമെന്നുള്ള ഒരു സന്ദേശം അച്ഛൻ അന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ധ്യാനം കൂടി എഴുന്നേറ്റു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പണിക്ക് നിൽക്കുകയാണ്. അന്നേരം പറഞ്ഞു, നീ ഇന്നടത്തേക്ക് വാ. അപ്പോൾ ആദ്യം എനിക്ക് ബന്ധുക്കളായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടിയായിരുന്നു. പക്ഷേ അവളോട് അവൾ ഒഴിവായി പോടാന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ആദ്യം നീ എനിക്ക് 30,000 രൂപ തന്നാലേ ഞാൻ വരുവുള്ളൂ. അന്നേരം നീ 30 പറഞ്ഞാലും ഞാൻ തരും എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ അന്നത്തെ നിയോഗത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നത്. 30,000 രൂപ അവർ എനിക്ക് അന്നേരം കൂലി തന്നു. പ്രായമായ എൻ്റെ അമ്മച്ചിയുടെ അതേ പ്രായമുള്ള ഒരു അമ്മച്ചീനെ എനിക്ക് നോക്കിയാൽ മതി, എന്നും എനിക്ക് പള്ളിയിൽ പോകാം, പ്രാർത്ഥനയ്ക്കൊന്നും ഒരു തടസ്സമില്ല, നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി. അത്രയും അത് നമ്മൾ ചോദിച്ചാൽ അമ്മ അതേപടി നമ്മുടെ മുമ്പിൽ തരാണ്. പിന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ ഒറ്റപ്പെട്ട് എല്ലാ തരത്തിലും ഒരുപാട് വേദനിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ചുറ്റുവട്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷമമില്ല, ബുദ്ധിമുട്ടില്ല. വീട്ടിലേക്ക് ഇപ്പോൾ ആരും വഴക്കിന് വരാറില്ല. ഞാൻ വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ദിവസവും പലപ്പോഴും നമുക്കൊന്ന് വീട്ടിൽ പോകാൻ പറ്റുക, പോയിട്ട് ഇറങ്ങുമ്പം വീടിന് ചുറ്റും ഉപ്പിട്ട് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ആ വീട്ടിലെ ബഹളങ്ങളില്ല, വീട് മൊത്തം ശാന്തം, ഇത്രയും സമാധാനമായിട്ട് വളരെ മനോഹരമായിട്ട് ആ വീട് മുമ്പോട്ട് പോകുന്നു.
പിന്നെ ഇവന് ആസ്മയായിരുന്നു മോന്. ഇപ്പം ആസ്മ എന്ന് പറഞ്ഞാൽ പിന്നെ 2 നേരം ഇൻഹേലർ വലിക്കണം. ഇൻഹേലർ വലിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഗുളികകൾ വേറെ കഴിക്കണം. എന്നാലും കൊച്ചിന് നിൽക്കാൻ പറ്റില്ല. ചാച്ചന് വീടിയും പുകലയൊക്കെ വേണം. അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വഴക്ക് വീട്ടിൽ വേറെ. ഇത് ഇവന് ഈ ബുദ്ധിമുട്ട് കൂടി കഴിയുമ്പോൾ ഇവന് അരിശം വരും. അരിശം വന്ന് ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും മൂക്കിൽ കൂടെ വരെ ബ്ലഡ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു. ഇപ്പം അവൻ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. വല്ലാതെ പൊടി കൂടിയാൽ ചിലപ്പോൾ ഒക്കെ ഒരു ജലദോഷത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നല്ലാതെ മറ്റേ ആദ്യത്തേതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകളും അവനിപ്പോൾ ഇല്ല. പിന്നെ എനിക്ക് ഈ ചുറ്റുവട്ടത്ത് എല്ലാവരും നല്ല മനുഷ്യരാണ്. ഒത്തിരി നന്മ ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരായിരുന്നു. പക്ഷേ അവർ നമ്മളുടെ നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ അവിടെ എല്ലാവർക്കും ആരെന്നോട് എന്ത് സഹായം പറഞ്ഞാലും എൻ്റെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ അവിടെ ഇട്ടിട്ട് ആരെന്നെ കാര്യം പറഞ്ഞാലും ഞാനത് ചെയ്യാനായിട്ട് ഓടിപ്പോകും. കൂലിക്കല്ല, എന്ത് കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാം കൂടി എനിക്കിട്ട് എതിരെ തിരിഞ്ഞു എന്ന് വന്നപ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല, നീ ഈ വചനത്തിൽ കൂടെ എന്നോടൊന്ന് സംസാരിക്കാവോ, അമ്മ എന്നോടൊന്ന് പറയാവോ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 1 കൊരിന്തോസ് 8:2. എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല എന്ന്. അതോടുകൂടി എനിക്ക് എല്ലാവരോടും ഉള്ള ദേഷ്യവും വിഷമമൊക്കെ അവിടെ മാഞ്ഞു പോയി. കാരണം അവർ സത്യം അറിയാതെയാണ് ഈ കാര്യങ്ങൾക്ക് മുഴുവനും നമ്മളെ ഈ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് എനിക്ക് ബോധ്യമായപ്പം എനിക്കിപ്പോൾ ആരോടും ഒരു വിഷമവും ഇല്ല. അതേപോലെ കാരണവന്മാരാണേലും കൊച്ചുങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവരെന്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കൊച്ചുങ്ങൾക്ക് വളരെയേറെ വേദനകളും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഞാനും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഇവിടെ ഉടമ്പടി എടുത്ത തൊട്ടുടനെ എനിക്കൊരു ധ്യാനം കൂടാൻ പറ്റി. ആ ധ്യാനത്തിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ഒരു കുറഞ്ഞ ഭാഗം ധ്യാനത്തിൻ്റെ ലാസ്റ്റ് സമയത്ത് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് അവരോട് ദേഷ്യപ്പെടാനുള്ള ഒരു യോഗ്യതയില്ല. അമ്മ പുൽത്തൊട്ടിയിലിരുന്ന ഉണ്ണീനെ കുരിശ് വരെ പുറകെ നടന്ന് ആ മകൻ അനുഭവിച്ച എല്ലാ പാടുവീടുകളും കണ്ട അമ്മ ഒരിക്കൽ പോലും ആരോടും ദേഷ്യപ്പെട്ടതായിട്ട് ഞാൻ ഒരിടത്തും വായിച്ചില്ല. ആ അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം യാചിക്കുന്ന എനിക്ക് അവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത്? അതോടുകൂടി എന്നെ വിഷമിപ്പിക്കുന്ന ആ ഓരോരുത്തരോടും ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് എനിക്ക് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും എനിക്കിന്ന് പറ്റുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാമ്പത്തികമായിട്ട് ഏറ്റവും കുറഞ്ഞ ഇതിലാണ്. പ്രായമായ കാരണവന്മാരാണ്. അപ്പോൾ ചേട്ടായിക്ക് അവരെ ഇട്ടിട്ട് ദൂരോട്ട് പോകാൻ പറ്റത്തില്ല. ഇവൻ്റെ ഇളയ കൊച്ച് 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടുമായിട്ടും അമ്മച്ചയാണേലും ചേട്ടായി എപ്പോഴും അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ദൂരോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വരുമാനം കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ അവരുടെ ഇല്ലായ്മകൾ പറയാനോ അല്ലെങ്കിൽ അവരുടെ ശരിക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി തരാനോ അമ്മ മാതാവ് അതിന് അവസരം ഒരുക്കി തരാറുണ്ട്. ആ കാണുന്ന നേരത്തെ എൻ്റെ കയ്യിലുള്ളത് അതേപടി എടുത്ത് കൊടുത്ത് അവരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പറ്റുന്ന സഹായം. അതുപോലെ ഒരു ധ്യാന കേന്ദ്രത്തിലാണോ മാസം ഉച്ചഭക്ഷണത്തിനായിട്ട് ഒരു ചെറിയ പൈസ അതെനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പത്രമാണേലും എല്ലായിടത്തും ജാതി മതം നോക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസത്തെയും ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടും. എനിക്ക് പറ്റുന്നിടത്തോളം പേർക്ക് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഉടമ്പടി ധ്യാനം അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ ധ്യാനം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ധ്യാനവും എനിക്ക് കൃത്യമായിട്ട് കൂടാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇനിയും വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ട്, മറ്റ് ചങ്കുപൊട്ടുന്ന വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അമ്മ മാതാവ് അതൊക്കെ കാണുന്നുണ്ട്. നമുക്ക് തരുന്ന ഓരോ വേദനകളും തമ്പുരാൻ അറിയാതെയല്ല. തമ്പുരാൻ നമുക്ക് തന്നത്, സൃഷ്ടിച്ച തമ്പുരാൻ അറിയത്തില്ലേ നമുക്ക് വേദനയുണ്ടെന്ന്. അതെനിക്കിന്ന് മനസ്സിലാക്കി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സുഭാഷിതങ്ങൾ 14:27. ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്. മരണത്തിൻ്റെ കണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. മിനിച്ചേച്ചി പറഞ്ഞത് ജീവിതം മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി എന്നുള്ളതാണ്. പക്ഷേ ചേച്ചിക്കൊരു ഗുണമുണ്ടായിരുന്നു, ദൈവഭക്തി. സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഒരു കൃപ ലഭിച്ചു. സാക്ഷ്യങ്ങൾ ആ സമയത്ത് കേട്ടുകൊണ്ടേയിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഓരോ സാക്ഷ്യവും പരിശുദ്ധ അമ്മ നമുക്ക് തുറന്നു തരുന്ന വാതിലാണ്. ഈ വാതിലിലൂടെയാണ് നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്നത്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് തുറന്നു കിട്ടുന്ന വാതിലുണ്ട്. ഈ സഹോദരി
ആ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രതീക്ഷയായി. ആ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെയാണ് സൗഖ്യം ലഭിക്കുന്നത്. നിരവധി മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്ന അസുഖം മുടന്തുപോലെ എത്തി, വലിയ നീരുണ്ടായി. അതൊക്കെ ആ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് മാറിപ്പോകുന്നത്. വീണ്ടും വീണ്ടും ആരാധന കൂടിയ സമയത്ത് ജോസഫച്ചൻ ആരാധന സമയത്ത് പറഞ്ഞ സന്ദേശം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, ആമയെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത്. അതായത് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് ദൈവം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഉടമ്പടി സാക്ഷ്യവും അതുതന്നെയാണ്. നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നാലാമതൊരു സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ ഇപ്പോഴത്തെ സാക്ഷി ഞാൻ പറയുന്നത്, ഞാനൊരു തൈറോയ്ഡ് രോഗിയായിരുന്നു. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 1 വർഷത്തോളം. പക്ഷേ ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയെ മാത്രം സ്വീകരിച്ച് അമ്മയും തിരുകുമാരനോട് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭക്തയല്ലേ അമ്മേ, ഇനി ഞാൻ ഗുളികയൊന്നും കഴിക്കില്ല, ഇന്ന് തുടങ്ങി ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് 1 മാസത്തോളം, 1 മാസത്തിലധികമായി ഞാൻ മരുന്ന് കഴിക്കാതെ. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നെ പൂർണ്ണമായിട്ട് മാതാവും തിരുകുമാരനും എന്നെ സൗഖ്യപ്പെടുത്തി. ഇന്ന് എനിക്ക് ആ രോഗമില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഈ കൈവിരലുകൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യപ്പെട്ടതാണ്. കൈ കുഴിനകം കുത്തി ആകെ വികൃതമായിരുന്നു, അതിൽ നിന്ന് സ്മെല്ല് വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ വന്ന അമ്മയോട് നമ്മുടെ പുറത്തിരിക്കുന്ന മാതാവിൻ്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു. അമ്മേ, ഈ വിരലുകൾ ഞാൻ അമ്മയുടെ കയ്യിലോട്ട് തരുകയാണ്, അമ്മ തന്നെ എനിക്കിത് സൗഖ്യപ്പെടുത്തി തരണം. ഒരു മരുന്ന് ചെയ്തിട്ടും ഇത് മാറുന്നില്ല. അന്ന് ചെന്നപ്പോൾ തുടങ്ങി ഞാൻ തൈലം രാത്രിയിൽ പുരട്ടിക്കൊണ്ട് കിടക്കും. പിന്നെ വേദനയില്ലാതായി ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കൈ ഇതെങ്ങനെ മാറി. മാതാവേ, നല്ല വിരലായി മാതാവ് എനിക്കത് തിരുകുമാരനിൽ നിന്ന് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് എനിക്ക് ഉദരരോഗം, പിന്നെ എൻ്റെ മകന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അതും അമ്മ മാറ്റി തന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. പിന്നെ എനിക്കൊരു 20 ലീവ് എനിക്കുണ്ട്. പക്ഷേ ആ 20 ലീവും ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തത്. ഒത്തിരി പേരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും അവരെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. എൻ്റെ കയ്യിലുള്ള പോലെ കൊടുത്ത് സഹായിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരും. ഒരു ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോടും തിരുകുമാരനോടും പറഞ്ഞു, അമ്മേ, എന്നെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും നീ എനിക്ക് അയച്ചു തരണം. എനിക്ക് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട്, കട നടത്തി ഒത്തിരി ബുദ്ധിമുട്ട് വന്ന് എല്ലാം പൊളിഞ്ഞു പോയി. ഇനി മകന് ജോലിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും നീ എനിക്ക് അയച്ചു തന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. മകന് വിദേശ ജോലിക്ക് പോകണം, കുറേ പൈസയുടെ ആവശ്യമുണ്ട്, ഒരു 4.5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇതെവിടെ നിന്ന് കിട്ടും? എന്നാൽ മാത്രമല്ലേ ഞങ്ങളുടെ കടം മാറുള്ളൂ. സ്വന്തമായി ഭവനവുമില്ല. മാതാവേ, എൻ്റെ മകൻ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അമ്മയോട് പ്രത്യക്ഷീകരണ സമയത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും എനിക്ക് അയച്ചു താ അമ്മയെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പിറ്റേ ദിവസം ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ അന്ന് ഞാൻ 6 പേരെയും കൊണ്ടാണ് വരുന്നത് പുതിയതായിട്ട്. ആ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 10-45 വയസ്സുണ്ട്, എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിലേക്ക് പോകണയാണോ? ഞാൻ പറഞ്ഞു, അതെ. എന്നെയും കൂടെ കൊണ്ടുപോകുമോ? വാ, ഞങ്ങളുടെ കൂടെ വാ. കൊണ്ടുവന്നു. എൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയി. പിന്നെ കണ്ടില്ല. അതിനുശേഷം ഞങ്ങളിവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അപ്പുറത്തേക്ക് കടന്നു നിന്നു ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് വീണ്ടും തോന്നാണ്, അമ്മയെ ഒന്നുകൂടി വന്ന് എനിക്ക് കാണണം.
ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോണെങ്കിൽ പൊക്കോ, എനിക്ക് അമ്മയെ ഒന്നുകൂടി കാണണം, പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ വീണ്ടും ഇവിടെ അൾത്താരയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന പെൺകുട്ടി എന്നെ കാണാതെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സിന്ധുവിനെ സിന്ധു ചേച്ചീനെ കാണിച്ചു തരണം മാതാവേ, എനിക്ക് അമ്മയുടെ അടുത്ത് വരണമെങ്കിൽ എനിക്ക് ആ ചേച്ചീനെ കാണിച്ചു തന്നേ പറ്റൂ. ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് നിന്നത് ആ പെൺകുട്ടിയുടെ ബാക്കിലായിരുന്നു. അവൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ എന്നെ കണ്ടു, കണ്ണീരൊഴുകിക്കൊണ്ട് നിൽക്കുന്നു. അയ്യോ, സിന്ധുവിനെയാണ് ഞാൻ ഇത്രയും നേരം ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന്. മാതാവേ, എനിക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും അന്ന് മാതാവ് കൈ തന്ന് സഹായിച്ചതാണ്. എൻ്റെ മകന് അതിന് ശേഷം വിദേശത്തേക്ക് പോകാനായിട്ടൊരു ഇൻ്റർവ്യൂ ടെസ്റ്റ് വന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരി കണ്ട കൂട്ടുകാരി 6 പവൻ സ്വർണം തന്ന് എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നികത്താൻ വേണ്ടി അവൾ എന്നെ സഹായിച്ചു. എന്നോട് പറഞ്ഞു, മകൻ പോയി രക്ഷപ്പെട്ടിട്ട് ഇത് സാധനം തിരിച്ചു തന്നാൽ മതി, ഇതിനെക്കുറിച്ച് ഒട്ടും വ്യാകുലപ്പെടണ്ട, ഇത് ഞാൻ അമ്മയ്ക്കാണ് തന്നേക്കണത്, പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനുമായിട്ടാണ് ഞാൻ തന്നേക്കണത്. ടീച്ചറെ എനിക്ക് കാണിച്ചു തന്നത് അമ്മയും തിരുകുമാരനുമാണ്. ആ മകൻ രക്ഷപ്പെടണം, അതിനാൽ ഞാനിത് ഈ 6 പവൻ സ്വർണം ഞാൻ തരുന്നു, കയ്യിലുള്ളപ്പോൾ എനിക്ക് തന്നാൽ മതി. അങ്ങനെ എൻ്റെ മകന് വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു. അമ്മയും തിരുകുമാരനും ഇടപെട്ട് അമ്മയുടെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ വിദേശ ജോലിക്ക് പോയി. ഞങ്ങൾക്കിപ്പോൾ വളരെയധികം സന്തോഷമാണ്. ഭവനത്തിൽ നല്ല സമാധാനമുണ്ട്. അങ്ങനെ അമ്മയുടെ രൂപത്തിൽ വന്ന് ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ വന്നു. സ്വർഗത്തിൽ നിന്ന് ആളെ അയച്ച് തന്ന് അമ്മയും തിരുകുമാരനും എന്നെ സഹായിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി, ഒത്തിരി നന്ദി. എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ അടുത്ത ഒരു 4 വയസ്സ് തുടങ്ങി ഒരു 13 വയസ്സ് വരെയുള്ള കുട്ടികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് അവിടത്തേക്ക് ഭക്ഷണ സാധനങ്ങൾ, അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള പോലെ ആരെ കണ്ടാലും ഞാൻ അവർ അർഹതയാണെന്ന് തോന്നുമ്പോൾ അവർക്ക് ഞാൻ കൊണ്ടുപോയി സഹായിക്കും. പിന്നെ 6 കെട്ട് പത്രം ഞാൻ എല്ലാ മാസവും വന്ന് ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ അറിയാത്തവരുടെ കൈകളിൽ എനിക്കിത് കൊടുക്കാൻ സാധിക്കണേ. അമ്മയും തിരുകുമാരനെ അറിയാത്തവർക്ക് എനിക്ക് അവരെ അറിയിക്കണം. എൻ്റെ ഈശോയെ എനിക്ക് ഈ പ്രേക്ഷിത പ്രവൃത്തിയിലൂടെ എനിക്ക് കർത്താവിലേക്ക് കൂടുതൽ അടുക്കണം. എനിക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഞാൻ അങ്ങനെ 6 കെട്ട് ഗവൺമെൻറ് ആശുപത്രികളിലും റോഡ് സൈഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും എല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഒത്തിരി അവഹേളനങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ അവരുണ്ടായ കാര്യം, ഒരു കഴുത്തിൽ ജപമാലയൊക്കെ ഇട്ടൊരു ചേട്ടനാണ്. ഞാൻ ഈ പത്രം കൊടുത്തപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയാണ്, ഞാൻ പത്രം വാങ്ങിക്കാം, പക്ഷേ 500 രൂപ എനിക്ക് തരണം എന്ന്. അങ്ങനെയൊക്കെ ആ ടൗണിൽ ഒത്തിരി പരിഹാസങ്ങൾ കേട്ടു. എല്ലാം ആ പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഈശോയെ, അങ്ങനെയൊക്കെ നല്ലത് മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കുന്നതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അമ്മയോട് പറയും, അമ്മ എല്ലാവർക്കും അമ്മ സ്വപ്നത്തിൽ വന്ന് കാണുന്നുണ്ടല്ലോ, എനിക്ക് എന്താ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ അമ്മ കാണാൻ വരാത്തെ? പക്ഷേ എന്നൊക്കെ ഞാൻ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നതോ അന്നൊക്കെ ജോസഫച്ചനാണ് എൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നത്. 3 പ്രാവശ്യം ഞാൻ ജോസഫച്ചനെ കണ്ടു. ഒരു ദിവസം ജോസഫച്ചൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഞാൻ ഓടി വന്ന് കാലത്ത് തൊട്ട് ഞാൻ പറയാണ്, എൻ്റെ ആകുലതകൾ എന്തൊക്കെയോ ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛനൊന്നും മിണ്ടാതെ എന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. അതുപോലെ തന്നെ പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു. അതേ സ്വപ്നത്തിൽ കണ്ട പോലെ എനിക്ക് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്കാൻ സാധിച്ചു. അങ്ങനെ പിന്നെ ആത്മീയമായിട്ട് ഒത്തിരി എനിക്ക് ഉണ്ടായ അനുഭവം, ഇവിടെ വന്ന് സുഗന്ധാഭിഷേകങ്ങളൊക്കെ എനിക്ക് 3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ഇവിടെ തന്നെയുള്ള സ്മെല്ലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. മുല്ലപ്പൂവിൻ്റെയും പിന്നെയും ഒത്തിരി നല്ല സുഗന്ധത്തിൻ്റെ അഭിഷേകം എനിക്ക് ഒത്തിരി 3 പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വിചാരം ഇവിടെ തന്നെയുള്ള ഈ സ്മെല്ലാണെന്നാണ് എനിക്ക് വിചാരിച്ചത്. അങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈലിൽ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈശോ, ഞാനിവിടെ കാണിച്ചതാണ്, ഈശോ മൊബൈലിൽ തെളിഞ്ഞു വന്ന് ഒരു സൈഡ് ഒരു പുരികവും കണ്ണും മാത്രം, ഈ സൈഡിൽ തിരി കത്തി നിൽക്കുന്നു, ഒരു സൈഡ് മാത്രം ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു. പിന്നെ
എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയും എൻ്റെ മരണം വരെ എനിക്ക് എൻ്റെ ഈശോ അമ്മയും മാത്രമുള്ളൂ. 3 കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 2018 ഉണ്ടായതാണ്. 2018 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് മാറുന്നു. ഈ സാക്ഷി ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ വന്ന് നിന്നപ്പോൾ മാതാവ് ചുണ്ട് വിതുമ്പി നിൽക്കുന്ന മാതാവിനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ, ഇവിടെ മാതാവും എന്നെപ്പോലെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മാതാവാണല്ലോ. അങ്ങനെ ഞാൻ കണ്ടു. പിന്നെ ഈശോനെ കണ്ടു. ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുബിൻ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ UK കെയർ ഹോമിലോട്ട് പോകാനായിട്ട് ഒരു ഏജൻസിക്ക് 5.5 ലക്ഷം രൂപ നൽകിയായിരുന്നു. അവരെന്നെ 6 മാസത്തിനുള്ളിൽ UK എത്തിക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ നിന്ന് പൈസ മേടിച്ചത്. 6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. പ്രോസസ്സിങ്ങിന് വേറെയും പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് മേടിച്ചു. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. ഇന്ന് കൊണ്ടുപോകാം, നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമയം പോകുന്നതല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. അങ്ങനെ 1.5-2 വർഷം എൻ്റെ പൈസ അവരുടെ കയ്യിലായിരുന്നു. ഞാനപ്പോൾ റീഫണ്ട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പൈസ റീഫണ്ട് ചെയ്യാൻ ഉടനെ നടക്കത്തില്ല, അവരെന്തോ ലോണിനൊക്കെ അപേക്ഷ ചെയ്തിട്ടുണ്ട്, അതൊക്കെ സാങ്ഷനായാലേ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ സാഹചര്യത്തിൽ വിഷമിച്ച് വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്കിവിടെ വന്നപ്പോൾ അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു, ബ്ലെസ് ചെയ്തു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി 60 ദിവസത്തിനുള്ളിൽ ഫുൾ പേയ്മെൻറ്റ് എൻ്റെ റീഫണ്ട് ചെയ്ത് തന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അതെനിക്ക്. അതുപോലെ ഈ സെപ്റ്റംബർ മാസം ഞാൻ ഒമാനിൽ വിസിറ്റിങ്ങിൽ പോയി, ജോലി അന്വേഷിച്ച്. പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഒമാനിൽ പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ജോലി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 2 മാസം അവിടെ ട്രൈ ചെയ്തു, ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിനെല്ലാം പാസ്സാകുന്നുണ്ട്, ഉടനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരു ജോലിയും 2 മാസത്തിനിടയ്ക്ക് എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞാനെന്നാൽ തിരിച്ചു പോയേക്കാമെന്ന് തീരുമാനിച്ചു. നവംബർ 20-ാം തീയതി ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആ സാഹചര്യത്തിൽ നവംബർ 15-ാം തീയതി എനിക്കൊരു കോള് വന്നു, ഒരു ജോലി റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആഹാരവും താമസ സൗകര്യവും എല്ലാം കൂടെയുള്ള നല്ലൊരു ജോലി തന്ന ദൈവമാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് ബാലൻസിൻ്റെ തലകറക്കത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ അത് എഴുതിയിട്ട് പിന്നെ ഇതുവരെ എനിക്കത് ഉണ്ടായിട്ടില്ല. എനിക്ക് അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ അവിടെ വൃദ്ധസദനമുണ്ട്, അവിടെ പോയി അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമായിരുന്നു. ഇവിടുന്ന് ലഭിച്ച പത്രമെല്ലാം കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. തന്നെ ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇമ്മാനുവൽ, മോള് ജൊഹാന, ഹസ്ബൻഡിൻ്റെ മമ്മി സെറിത്ത്. ഞാനും ഹസ്ബൻഡും മോളും 13 വർഷമായിട്ട് അബുദാബിയിലാണ്. ഞങ്ങളവിടെ സെറ്റിൽഡാണ്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 അന്ന് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കരമായ വയറുവേദനയും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രിട്ടിക്കലായി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എല്ലാ സ്കാനും ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് ഗോൾ ബ്ലാഡറിൽ വലിയ സ്റ്റോണുകൾ ഉണ്ടെന്നായിരുന്നു. അത് പാൻക്രിയാറ്റിസിനെ അഫക്റ്റ് ചെയ്ത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന വലിയൊരു ഇൻഫെക്ഷനും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിഷൻ വേണം, ഫുഡൊന്നും ഓറലി ഒന്നും എടുക്കാൻ പറ്റില്ല, IV ഫ്ലൂയിഡും ആൻറ്റിബയോട്ടിക്സും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സമയത്ത് മമ്മി നാട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞങ്ങളെല്ലാവരും അബുദാബിയിലാണ്. അപ്പോൾ ആ സമയത്ത് സഹായിക്കാൻ ആരുമില്ല. എൻ്റെ മമ്മിയും എൻ്റെ ബ്രദറും സഹായിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് വന്ന് നോക്കിയിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ സ്കാൻ റിപ്പീറ്റ് ചെയ്തു, സ്റ്റോണിനൊന്നും ഒരു മൂവ്മെൻ്റ് ഇല്ല. ഡോക്ടർ പറഞ്ഞു പോകുന്ന നോക്കട്ടെ പക്ഷേ ഒരു മൂവ്മെൻറ്റും ഇല്ല, സ്റ്റോൺ അങ്ങനെ നിൽക്കുന്നു, ഇൻഫെക്ഷനും അതുപോലെ കൂടി നിൽക്കുന്നു. മമ്മി ഓരോ ദിവസവും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആളുടെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്, MRCP എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്ത് നമുക്ക് ഈ സ്റ്റോണിനെ മൂവ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു. അപ്പോൾ ക്ലോസ് റിലേറ്റീവ്സ് ആരുമില്ല, അതുകൊണ്ട് ഡോക്ടർ വിളിച്ചു, ഹസ്ബൻഡും ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, മോൻ വന്ന് കൺസെൻറ്റ് സൈൻ ചെയ്യാതെ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് 2022 കോവിഡൊക്കെ കഴിഞ്ഞിരുന്ന് 2-2.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരാൻ ഞങ്ങൾ 3 പേരും ടിക്കറ്റ് എടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഒരു 2 ആഴ്ച മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡും കുഞ്ഞും വേഗം നാട്ടിലേക്ക് പോന്നു. അവർ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് അന്ന് രാവിലെ തന്നെ ഓൾറെഡി പ്രൊസീജിയർ പോസ്റ്റ് ചെയ്തേക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കിയിട്ട് പ്രൊസീജിയറിന് കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സ്കാനിങ് റൂമിലേക്ക് പോകുന്ന വഴിയിൽ മമ്മി വളരെ ക്ഷീണിതയാണ്, വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ലേഡി, അവിടുത്തെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു, ആ ചേച്ചി വന്ന് കൃപാസനം പത്രം കൊടുക്കുകയാണ്. മമ്മിയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാതാവ് നോക്കിക്കോളും, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മമ്മി അത് ശ്രദ്ധിച്ചില്ല, മേടിച്ച് കയ്യിൽ വെച്ചു, വീൽ ചെയറിൻ്റെ സൈഡിൽ വെച്ചു, അത് നോക്കി ഒന്നും ചെയ്തില്ല. നേരെ കയറിയത് സ്കാനിങ് റൂമിലേക്കാണ്. സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു സ്റ്റോൺ അവിടെ ഇല്ല, ഇനിയൊരു പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജ് ആക്കാം, ഫുഡൊക്കെ ഇനി കഴിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ ആദ്യമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്, ആദ്യത്തെ അത്ഭുതം. അത് അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജായി മമ്മി സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അന്ന് മമ്മി പറഞ്ഞു നമുക്ക് എന്തായാലും എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞു പോകണം കൃപാസനത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് മമ്മിയോ എല്ലാം ഓക്കെ കഴിഞ്ഞപ്പോൾ ഞാനും നാട്ടിലെത്തി. ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു. ആദ്യമായിട്ട് അങ്ങനെയാണ് 2022 ഇവിടെ എത്തുന്നത്, അമ്മയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. അങ്ങനെ വന്നു. ഉടമ്പടി ഒന്നും എടുത്തില്ല അന്ന്. ഉടമ്പടി എന്താണെന്നോ ഇതെന്താ സംഭവങ്ങളൊന്നും അറിയില്ല. മമ്മി പറഞ്ഞു ഇങ്ങനെ ഉടമ്പടിയൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വന്നു മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. അവിടുത്തെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് അപ്പം തന്നെ 15 മിനിറ്റ് നിന്നിട്ട് പോയി. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ വരുമ്പോൾ ഇങ്ങനെ കുറേ പ്രാർത്ഥനകളും അച്ഛൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് ഞാനങ്ങ് പോയി, അത്രേ ഉള്ളൂ. ഞാനാണെങ്കിലും പ്രാർത്ഥിക്കും എന്നല്ലാതെ മാതാവിൻ്റെ അടുത്ത് ഒരു പ്രത്യേക ഒരു ഭക്തിയോ അങ്ങനെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. കുടുംബ പ്രാർത്ഥന ചെല്ലും, ഞായറാഴ്ചകളിൽ ചിലപ്പോഴൊക്കെ മുടങ്ങാറുണ്ട് ഡ്യൂട്ടിയുടെ ഇതനുസരിച്ചിട്ട്, അല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ പോവും. അങ്ങനെ ഒരു നോർമൽ ഒരു ഇതിലായിരുന്നു. അങ്ങനെ കൂടുതലൊരു ഭക്തി ജീവിതത്തിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം 2022 ഇവിടുന്ന് ഞങ്ങൾ വെക്കേഷനും കഴിഞ്ഞ് തിരിച്ച് അബുദാബിയിൽ എത്തിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കരമായൊരു ചിന്തയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഇത്രയും കാര്യങ്ങൾ, എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്നറിയാം. അങ്ങനെ വേഗം യൂട്യൂബ് എടുത്ത് വെബ്സൈറ്റിൽ കയറി ഫാദർ ജോസഫിൻ്റെ സൈറ്റ് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് എല്ലാ സാക്ഷ്യങ്ങളും പ്രയറുകളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതെന്താണ് ഉടമ്പടി എന്താണെന്നും അതിൽ നിയോഗങ്ങൾ എന്തൊക്കെയാണ്, നിബന്ധനകൾ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ എന്താണ് കാരുണ്യ പ്രവൃത്തികൾ, അവർ സാക്ഷ്യങ്ങളിലാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുവരെ ഞാൻ എപ്പോഴും മൊബൈൽ എടുക്കുന്നത് യൂട്യൂബ് മറ്റ് ഷോർട്സ് റീൽസ് കാണും, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ നോക്കും. ഇതാണ് എൻ്റെ സമയം ഞാൻ ഇങ്ങനെ കൂടുതലും സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് കൂടുതൽ നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. ആ സമയം നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അങ്ങനെ അതിനുശേഷം നെക്സ്റ്റ് 2023 വെക്കേഷന് വരുന്നവരെ ആ ഒരു വർഷം മുഴുവനും ഞാൻ ഈ പ്രാർത്ഥനകളും എല്ലാം കേട്ട് ഉടമ്പടിയിലേക്ക് വരുവാനായിട്ടുള്ള ഭയങ്കര ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ നോക്കുന്നുണ്ട്, നീ എന്താ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും 2023 നമ്മൾ നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ ആദ്യം ഇവിടെ വരണം, കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. ഉടമ്പടിക്ക് നീ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അബുദാബിയിലത്തെ ഗൾഫിലത്തെ ലൈഫ് അറിയാം, നമുക്ക് സമയമില്ല, എപ്പോഴും ജോലി കാര്യങ്ങൾ, വീട്ടിൽ വന്ന അടുത്ത ജോലികൾ, അങ്ങനെ ഇതൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ റെഡിയാണ്, പോയി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ 2023 ജൂലൈ 11 ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കൽ കാര്യങ്ങളൊന്നുമില്ല, ഒന്നും എഴുതാൻ അങ്ങനെ പ്രത്യേകിച്ചുള്ള വിഷയത്തിൻ്റെ പുറത്തല്ല വന്ന് ഉടമ്പടി എടുത്തത്. മാതാവിനോട് കൂടുതൽ അടുക്കാനും ആത്മീയതയിലേക്ക് വളരുക എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന് എൻ്റെ നോർമലായിട്ടുള്ള കുറച്ച് എല്ലാവരുടെയും പോലെയുള്ള 6 നിയോഗങ്ങളും ഞാനും അതിൽ പേപ്പറിൽ എഴുതി വെച്ചു. ക്ലാസ്സും കഴിഞ്ഞു, എല്ലാം പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെ തിരിച്ച് ആ വർഷത്തെ വെക്കേഷനും കഴിഞ്ഞ് നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ആ UAE തിരിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, 1 വർഷമായിട്ട് 1.5 വർഷമായിട്ട് എൻ്റെ എല്ലാം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുടെ സാലറിയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാനത് ഉടമ്പടിയിലൊന്നും വയ്ക്കുക അങ്ങനെക്കുറിച്ച് മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ആ മാസത്തിലായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അവർക്ക് അതിനുള്ള ഇൻ്റർവ്യൂ കോൾ വരികയും എല്ലാം പാസ്സാവുകയും ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ചേച്ചി ഞങ്ങളിങ്ങനെ അറ്റൻഡ് ചെയ്തു, എല്ലാവരും സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമമായോ, ഞാൻ ഇല്ലാതെ പോയല്ലോ, എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ സമയത്ത് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എനിക്കും അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് ഒരു ജോലി വേണം, അത് നിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ട് നീ തന്നതാന്ന് പറയാനായിട്ട് എനിക്കതിനൊരു അടയാളത്തോടു കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു മെയിൽ ID എനിക്ക് ആരോ തന്നു, അതിൽ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ CV സെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് HRയിൽ നിന്ന് ഒരു കോള് വരെ ഉണ്ടായത്. എന്നോട് പറഞ്ഞു, മൈ നെയിം ഈസ് മറിയം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. മാതാവിനോട് ഞാൻ അടയാളം ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൈ നെയിം ഈസ് മറിയം എന്ന് പറഞ്ഞിട്ടൊരു ലേഡി എന്നെ വിളിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് ഞാൻ ഓർപ്പിച്ചത് എനിക്ക് ജോലി കിട്ടും. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിൻ്റെ CV റിസീവ് ചെയ്തിട്ടുണ്ട്, നിനക്ക് ഇൻ്റർവ്യൂവിന് ഓക്കെ ആണെങ്കിൽ ഇമെയിലിൽ കൺഫേം ചെയ്യണം. അങ്ങനെ ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലിയിലേക്ക് മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് സെലക്ഷനായി. പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക്സ് 1 വർഷം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഇയർ ആണ് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇൻ്റർവ്യൂ നടത്തിയത് ഇൻ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് വാർഡ് പേഷ്യൻ്റ് അഡ്മിഷനായിട്ട് കിടക്കുന്ന വാർഡുകൾ അക്യൂട്ട് കെയറിലേക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ നടന്നിരുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ 12 hours ഡ്യൂട്ടിയാണ്, ഭയങ്കരമായ ഹെവി ഡ്യൂട്ടിയാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹെവിയാണ്. പക്ഷെ എന്നാലും എല്ലാവരും സാലറിയൊക്കെ ഓക്കെ ആയതുകൊണ്ട് ഒരു വിധത്തിൽ അങ്ങനെ നിന്ന് പോകുമായിരുന്നു. അപ്പം ഞാനും പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നത് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഞാൻ എങ്ങനെ ഇൻ പേഷ്യൻറ്റിലേക്ക് പോവും? മാതാവ് ഇതിനൊരു എന്തെങ്കിലും ഒരു അടയാളം, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവസത്തെയും പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥനയും രാവിലെ 5:30 പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലും ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഓഫും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഞായറാഴ്ചകളിൽ ഓഫൊന്നും കിട്ടില്ല, വിചാരിക്കുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ എൻ്റെ കുർബാനയുടെ ഇതും മുടങ്ങിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഞായറാഴ്ചകളിൽ കുർബാന കൂടണം, അതിന് മാതാവ് എങ്ങനെയെങ്കിലും ഒരു ഇത് ഉണ്ടാക്കി തരണം, പോകാൻ വഴി എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ചെല്ലുമ്പോൾ എനിക്ക് അവർ അതിന് മുമ്പത്തെ ദിവസമൊക്കെ ID വേണ്ടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ID എനിക്ക് തന്നത്, ദിസ് ഈസ് യുവർ ID എന്ന് പറഞ്ഞ് തരുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഔട്ട് പേഷ്യൻ്റ് എന്നാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ എന്നെ ഒരു ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മാതാവ് നയിച്ചത്. അതിൽ യേശോപ്പച്ചനും അമ്മ മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ഒരു ദിവസം എനിക്ക് ഓഫ് വേണം, എനിക്ക് പള്ളിയിൽ പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ശനി ഞായറുമാണ് എനിക്ക് മാതാവ് അനുഗ്രഹിച്ചത്, ഓഫ് തന്നത്. അപ്പം എനിക്ക് ശനി ഞായറും ഓഫാണ്. അതിന് യേശോപ്പച്ചനും അമ്മ മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. പിന്നെ എനിക്കുണ്ടായ 2 രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ ഉടമ്പടിയിൽ വെക്കുകയോ മാതാവിനോട് പ്രത്യേകമായിട്ട് നിയോഗത്തിൽ വെക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയറുവേദന ഇടയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഒരു 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് വയറുവേദന. അതെന്ത് കൊണ്ടാണെന്ന് അറിയില്ല. ചില ഫുഡുകൾ കഴിക്കുമ്പോൾ എന്ത് ഫുഡാണെന്ന് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചില സമയത്ത് വാഷ്റൂമിൽ പോകാൻ തോന്നും, ഭയങ്കരമായ വയറുവേദന. ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും
കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞ് വയറുവേദന എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തൊക്കെ എന്താണ് പറയുന്നത് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു സ്ഥിരമായിട്ട്. ഇതെന്താ വയറുവേദന അറിയില്ല മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയുണ്ടായത്. അങ്ങനെ ഞാൻ പോയി ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ സ്റ്റൂൾ എല്ലാ ടെസ്റ്റും നടത്തി. ഡോക്ടർ പറഞ്ഞു ഈ ടെസ്റ്റുകളൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ ചിലപ്പോൾ ഇത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരിക്കും. നമ്മൾ സ്ട്രെസ്സോ അല്ലെങ്കിൽ കൂടുതൽ ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ വരുന്നതാണ്. അതുകൊണ്ട് നീ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തോ, ആൻറ്റിബയോട്ടിക് 1 വീക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു ആൻറ്റി ഡിപ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നും തന്നു, ഇതും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ വേഗം പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കി. ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെയൊക്കെ മരുന്ന്, എനിക്കിതിന് അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാനിത് എടുക്കാൻ എന്തായാലും പോണില്ല. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആളാണ് ഞാൻ. മാതാവ് എന്നെ സുഖപ്പെടുത്തുന്ന എനിക്ക് നല്ല ഉറപ്പ് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം തന്നെ ആ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അത് 4ആയിട്ട് മടക്കി എൻ്റെ ബാഗിൽ വെച്ചു. ഫാർമസിയിലും പോയില്ല, ആ മെഡിസിനും വാങ്ങിച്ചില്ല. അതിനുശേഷം എനിക്കിങ്ങനെ ഒരു വയറുവേദനയെ വന്നിട്ടില്ല. മാതാവും യേശോപ്പച്ചനും അത് എനിക്ക് സുഖം നൽകി അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു രോഗസൗഖ്യം എനിക്കുണ്ടായത് ആസ്മയാണ്. എനിക്ക് 2016 തൊട്ടിട്ട് അലർജിക് ആസ്മ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കൂടുതലായപ്പോൾ ഡോക്ടറോട് ഇൻഹേലർ എടുക്കണം, എനിക്ക് മീഡിയം റിസ്ക് ആണ് ആസ്മയ്ക്ക്, മീഡിയം ടു ഹൈ റിസ്ക്, അപ്പോൾ നീ ഇൻഹേലർ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ടേ ഞാൻ സ്ഥിരമായിട്ട് ഇൻഹേലർ എടുക്കാൻ തുടങ്ങി. 2 ഇൻഹേലർ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും, ബാഗിലും ഒരെണ്ണം വീട്ടിലും ഒരെണ്ണം. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കയ്യിലും വയ്ക്കും, വീട്ടിലും വയ്ക്കും. അപ്പോൾ അത് തീരുമ്പോൾ എക്സ്പയർ ആകുമ്പോഴും ഞാനിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 2016 തൊട്ട് 2022 വരെ. അതിനുശേഷം ഉടമ്പടി 2023 വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2023 വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത്ഭുതകരമായിട്ട് എനിക്ക് ആസ്മ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പണ്ട് ഞാൻ വീട്ടിലൊരു പൊടി അടിക്കുമ്പോഴോ ചൂലെടുക്കുമ്പോഴോ മാസ്ക് ഒക്കെ വെച്ച് ഭയങ്കര സെക്യൂറായിട്ടാണ് ഞാൻ ചെയ്യാറ്. കാരണം എനിക്കിങ്ങനെ അലർജി ഉള്ളതുകൊണ്ട് തുമ്മലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അലർജി വരും, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ അസുഖങ്ങൾ വരും. പക്ഷേ അതിനുശേഷം ഞാൻ എത്ര പൊടിയിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വളരെ കൂളായിട്ട് പൊടി വന്നാലെല്ലാം മൂക്കിലൊക്കെ കയറും. പക്ഷേ എനിക്ക് അതിനുശേഷം അമ്മ മാതാവ് അങ്ങനെ ഒരു വലിയൊരു രോഗസൗഖ്യം നൽകി. യേശോപ്പച്ചനും അമ്മ മാതാവും അനുഗ്രഹിച്ചു. ഇൻഹേലർ അതിനുശേഷം ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഞാൻ വാങ്ങിക്കാറുമില്ല, ആ ഭാഗത്തേക്ക് നോക്കാറും, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമേ വന്നിട്ടില്ല. അങ്ങനെ 2 രോഗസൗഖ്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. പിന്നെ മോളുടെ കാര്യം, ഇതെൻ്റെ മോള് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ കുറച്ച് ക്ലാസ്സിലൊക്കെ ഒരു പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധക്കുറവും കോൺസെൻട്രേഷനൊക്കെ കുറയുമ്പോൾ ഞങ്ങൾ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ ഉടമ്പടിയുടെ സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് പറയുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ മോളെ വിഷമിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അവൾക്കും ഇങ്ങനെ ഒരു ശ്രദ്ധക്കുറവിൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ അവൾ സ്കൂളിലായിരുന്നു. അപ്പോൾ അച്ഛൻ അന്നത്തെ ധ്യാനത്തിൽ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു, ഒരു സ്കൂൾ കുട്ടിയെ കാണിച്ചു തരുന്നുണ്ട് മനസ്സിൽ. സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്, വൈറ്റ് ഷൂ ഇട്ടൊരു കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവൾ കറക്റ്റ് വൈറ്റ് ഷൂ ഇട്ടിട്ടാണ് സ്കൂളിൽ പോയത്. ബ്ലാക്ക് 2 ഷൂ ഉണ്ട്, പക്ഷെ അന്ന് കറക്റ്റായിട്ട് അവൾ ആ വൈറ്റ് ഷൂ ഇട്ടിട്ട് ആ സമയത്ത് സ്കൂളിലായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവും യേശോപ്പയും എൻ്റെ മോളിൽ ബ്ലെസ് ചെയ്തു എന്ന് മനസ്സിലായി. അതിനുശേഷം അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി അവൾ ഒന്ന് പറയുന്നതായിരിക്കും. ഹായ്, എൻ്റെ നെയിം ജൊഹാന. ഞാനൊരു I'm giving a testimony that I have witnessed in my life. That the first one is whenever I have sickness or any health problems, I tell my parents to give me the Mother Mary's holy oil and holy salt. And when I eat it, I say the I believe prayer. After saying the I believe prayer, the Mother Mary immediately cures my sickness. That is my first testimony. The second one is I had in my behavior I have been very greedy and like that. So then I prayed to Mother Mary that my behavior should be changed, and then she immediately changed my behavior, and I prayed to Jesus,
and now I'm good. Thank you, Mother Mary, for blessing me and Jesus. യേശുവേ നന്ദി, യേശു സ്തോത്രം. എൻ്റെ പേര് ഇമ്മാനുവൽ. ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് വർഷങ്ങളായി 15 വർഷമായിട്ട് കാലിനൊരു ഓപ്പറേഷൻ സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാണ് എൻ്റെ ഹിപ്പിന്. അന്നോട്ട് പ്രയറൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് അങ്ങനെ ചില സമയങ്ങളിലെല്ലാം നല്ല പെയിൻ വരും. അപ്പോൾ ഈ വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു 8 months കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഫീൽ ചെയ്തത്, ഞാൻ എവിടെ ഇരുന്ന് ഇട്ടാലും ഹിപ്പ് ജോയിൻറ്റ് തെറ്റിപ്പോവും. പിന്നെ അതേപോലെ വാഷ്റൂമിൽ നമ്മൾ ഇരുന്നാലും തന്നെ എണിക്കാൻ പറ്റില്ല നമുക്ക്. അതേപോലത്തെ ഒരു കണ്ടീഷനായിരുന്നു എനിക്ക് ഒരു ദിവസം. അങ്ങനെ നമുക്ക് പുറത്തിരിക്കുമ്പോഴെല്ലാം മക്കളുടെ സഹായമൊക്കെ എടുക്കാൻ പറ്റും, വാഷ്റൂമിൻ്റെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അന്ന് ഞാൻ വൈഫിനോട് അത് പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉടമ്പടി തൈലമെടുത്ത് പുരട്ടി വിശ്വാസ പ്രമാണം എത്തിച്ചു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്കിത് മാറ്റി തന്നെ, എനിക്കിത് പറ്റുന്നില്ല. ഒരു 2 ആഴ്ച മാത്രം എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നുള്ളൂ. അതിന് ശേഷം എനിക്ക് ആ ഫീലിങ്ങേ ഇല്ല. ഇപ്പോൾ എവിടെ ഇരുന്ന് എനിക്കാലും ഒരു കുഴപ്പമില്ല, വാഷ്റൂമിൽ ഇരുന്ന് എനിക്കാനും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ആ ഒരു തെറ്റൽ, ഹിപ്പ് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇരുന്നിങ്ങനെ എനിക്കുമ്പോൾ ജോയിൻ്റ് ഇങ്ങനെ സ്റ്റിഫായി പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. വൈഫ് ഉടമ്പടി എടുത്ത കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. കൊച്ചിന് തന്നെ എന്തെങ്കിലും അസുഖം വന്നാലും ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പ് കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം എത്തിക്കാൻ പറയും. ഐ ബിലീവ് എത്തിക്കും മോള്, അത് എത്തിച്ച് കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്. അതേപോലെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞായിട്ട് ഞങ്ങൾ 13 വർഷമായി അവിടെ. അപ്പോൾ ലൈസൻസ് UAE എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടഫാണ്. നമുക്കിപ്പോൾ ഒരുപാട് പൈസ ചിലവൊക്കെ ഉള്ളതാണ് അതിൽ. അപ്പോൾ ഞാനതിന് തുനിയാറില്ല. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ അതിലോട്ട് ഇറങ്ങി. അതും ഒരു വലിയൊരു മിറാക്കിളാണ്. കാരണം തിയറി ഞാൻ ഒരു വട്ടം ഫെയിലായി. അപ്പോൾ അതിന് നിസ്സാര എമൗണ്ട് നമുക്ക് സെക്കൻഡ് ടൈം എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അന്ന് പോകുമ്പോഴും മമ്മി എന്നോട് പറഞ്ഞിരുന്നു, വിശ്വാസ പ്രമാണം എത്തിക്കുക, ഉപ്പ് കൊണ്ടുപോവുക, തൈലം പുരട്ടുക. എമിറേറ്റ്സ് സൈഡിൽ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ പോയത്. തിയറി ഞാൻ ഫെയിലായി, എന്നാലും ആ വിശ്വാസം ഞാൻ കൈവെടിഞ്ഞില്ല. 2ാമത് തിയറി എഴുതി പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ ഉണ്ടായ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിരുന്ന ബസ്സിൽ നിന്ന് കുറച്ച് പേരെ മാറ്റിയിട്ട് ഞാൻ ആ ബസ്സിൽ തന്നെ ഇരുന്നു. അവരെനിക്ക് തന്നൊരു ലേഡി, ഒരു അറബി ലേഡി ആയിരുന്നു. അപ്പോൾ തന്നെ അന്നും ഞാൻ ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്തത്, ഉപ്പും തൈലവും പുരട്ടിയാണ് പോയത്. മാതാവ് വന്ന പോലെയാണ് എനിക്കവിടെ തോന്നി. കാരണം ഒരു ലേഡി ജെൻസിന് വരാറില്ല, അങ്ങനെ സ്വതവേ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഒരു ലേഡി ആയിരുന്നു അവിടെ ടെസ്റ്റിന് വന്നത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എൻ്റെ തെറ്റി. സെക്കൻഡ് അറ്റംപ്റ്റിലും പുള്ളിക്കാരി ചോദിച്ചു, ഡിഡ് യു ചെക്ക് ദ മിറർ? ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ബട്ട് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് മിസ്റ്റേക്ക് വന്നെങ്കിലും മാതാവ് അത്ഭുതകരമായിട്ട് എനിക്ക് ആ ലൈസൻസ് കിട്ടാനായിട്ട് എനിക്ക് അനുഗ്രഹിച്ചു. ലൈസൻസ് ലഭ്യമായി. അതൊരു വലിയൊരു അത്ഭുതമാണ് ഞാൻ കാണുന്നു. മാതാവ് വന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നിയത്. അതുപോലെ ഇപ്പോൾ UAE റെൻറ്റ് വളരെ കൂട്ടിയിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ട്രഗിൾസ് ആയിരുന്നു. പക്ഷേ ഞാൻ അന്ന് പോകുമ്പോഴും മാതാവിൻ്റെ ഉപ്പെടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എത്ര പറഞ്ഞുള്ളൂ, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാൻ ഒരു ഇടവരുത്തരുത് മാതാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. കാരണം നമുക്ക് അത്രയും എമൗണ്ട് എടുക്കാനില്ല. എല്ലാവർക്കും 5% കൂട്ടുന്നു, ചിലവർക്ക് സഡനായിട്ട് സ്ട്രേറ്റ് 15,000 കൂട്ടണേ. ഞാൻ ഇത് പ്രാർത്ഥിച്ചു പോയി. അവിടെ ചെന്നു കയറി ടോക്കൺ എടുത്ത് ചെന്നിരിക്കുമ്പോൾ പുള്ളി ഒന്നും ചോദിച്ചില്ല, എന്നോട് ഫ്ലാറ്റ് നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു പഴയ റെൻ്റ് ഏതാണോ ആ റെൻറ്റിൽ തന്നെ എനിക്ക് പുതുക്കി തന്നു. അത് വലിയൊരു അത്ഭുതമാണ്. അതേപോലെ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് വീട്ടിലോട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി എടുത്തത് തന്നെ ഞങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവരൊക്കെ എല്ലാവരും അവിടെ മന്ത്ലി എല്ലാവരും മാറി മാറി മാതാവിൻ്റെ രൂപം കാറിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാവരും കൊന്തെത്തിക്കും. അതവിടെ ഒരു സെല്ലിൽ നടക്കുന്നതാണ്. സെല്ല് മീൻസ് നമ്മുടെ ഇവിടെ കുടുംബ യൂണിറ്റ് പോലെ. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി എടുക്കുമ്പോൾ മാതാവിൻ്റെ രൂപം ക്യാരി ചെയ്ത് കൊന്തെത്തിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോഴും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഏത് കളർ എടുക്കണം, ഏത് വണ്ടി എടുക്കണം, എന്ത് എടുക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഞാൻ തന്നെ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൽ മാതാവ് ഇടപെട്ടു. ഗ്രീൻ കളർ വണ്ടി, മാതാവിൻ്റെ തിരിയുടെ കളർ വണ്ടി കിട്ടി. അതുമല്ല
അപ്പോൾ തന്നെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് ചോദിച്ചു, മാതാവിൻ്റെ രൂപം കൊണ്ടുപോകാൻ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി എടുത്ത് 3 days കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് 1 വീക്കിനുള്ളിലാണ് സാറ്റർഡേ അവർ പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ വയ്ക്കാൻ പറ്റുമോ. അപ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെയായിട്ട് ഫീൽ ചെയ്തത്. നേരെ അതിനൊന്നും മടി കാണിച്ചില്ല, അതിന് നമ്മൾ പറയുക ചെയ്ത് എസ് പറഞ്ഞു. വീട്ടിൽ വന്നു, മാതാവിനെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ദിവസം നമുക്ക് അനുഗ്രഹം ലഭിച്ചു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തത്, ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടിയുടെ ഇത് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് കാരുണ്യ പ്രവൃത്തികളിൽ മെയിനായിട്ട് പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുക, ഫുഡ് അതൊക്കെയാണ്. പക്ഷേ അവിടെ UAE കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് അതിലുള്ളതുകൊണ്ട് എനിക്കും ഇതുപോലെ തന്നെ ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആർക്ക് കൊടുക്കുക അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് അവിടെ ഈ മുനിസിപ്പാലിറ്റി ക്ലീനിങ്ങിൻ്റെ കുറേ ബോയ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കിലോമീറ്ററിലും ഓരോ ബോയ്സിനെ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലീനിങ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അവരെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ ജൂലൈ മാസമാണ് അത്. ആ സമയത്ത് ഒരു 48-49 ഡിഗ്രീസ് ചൂടുള്ള സമയം. അന്നാണ് ഞാൻ ഈ ഫുഡിൻ്റെ പാക്കറ്റ് 5 പാക്കറ്റ് വാങ്ങിച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ടിട്ട് വേണം കൊടുക്കാൻ, കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ ഓരോ കിലോമീറ്ററും നടന്നു കഴിയുമ്പോൾ ഒരാളെ കിട്ടും, പിന്നെ അടുത്ത കിലോമീറ്റർ നടക്കുമ്പോൾ ഒരാളെ കിട്ടും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ നടന്നാലും ചിലപ്പോൾ ആ ആൾ അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആദ്യം ഞാനിങ്ങനെ ആ സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ നടക്കുമ്പോൾ ഞാൻ ഏകദേശം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ നടന്നിട്ടും എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല ഈ ക്ലീനിങ്ങിന്, കാരണം ചൂട്. അപ്പം ഞാൻ അന്വേഷിച്ചു. ഞാനപ്പോൾ എൻ്റെ അവിടെ ഫ്ലാറ്റിൽ വന്ന് ചോദിച്ചു, ഈ ചേട്ടാ ഇവിടുത്തെ ആൾക്കാരൊന്നും കാണുന്നില്ല എന്തെന്ന് വെച്ച് പറഞ്ഞു, അതറിയില്ല, ഇപ്പം ചൂട് കൂടുതൽ കാരണം അവരുടെ ടൈം ഷിഫ്റ്റ് ചെയ്തു, ഈവനിങ്ങിൽ അവർ ഷിഫ്റ്റ് വരുന്നു. അപ്പം എനിക്കിത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഞാനവിടെ 13 വർഷമായിട്ട് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, എനിക്കറിയാവുന്ന കാര്യം. പക്ഷെ ഞാൻ മറന്നുപോയി. പക്ഷെ അത്രയും ദൂരം വിശ്വാസപ്രമാണം എത്തിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. പക്ഷേ എനിക്ക് ആരെയും കിട്ടിയില്ല. ഞാൻ തിരിച്ച് റൂമിൽ വന്നിരുന്നു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ചൂടിൻ്റെ ഇത് കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയി ഇതുപോലെ 6 കിലോമീറ്റർ 7 കിലോമീറ്റർ പിന്നെയും ഞാൻ നടന്നു പോയി. അപ്പോഴും ഞാൻ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അങ്ങനെയാണ് ഇവരെ കണ്ടെത്തി ഫുഡുകളൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ അത് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല മറ്റ് ഇങ്ങനെയുള്ളവരല്ല, അല്ലാതെ നമുക്ക് അവിടെ വിഷമിച്ചിരിക്കുന്നവർ, ചിലപ്പോൾ ആൾക്കാർ വെള്ളം കിട്ടാതെ ഇരിക്കുന്നവർ, ചൂടിൻ്റെ സമയത്ത് വേർത്തൊലിച്ച് പണിയെടുക്കുന്നവർ, അവർക്കൊക്കെ ഞങ്ങൾ സ്നാക്സും വെള്ളവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നാട്ടിലാണെങ്കിലും മമ്മി ഇവിടെ ഒരു ഓർഫനേജിൽ എല്ലാ മാസവും അവർക്കുള്ള സാധനങ്ങളും ഗ്രോസറി പർച്ചേസിങ്ങിനൊക്കെ ഉള്ള പൈസ കൊടുക്കാറുണ്ട്. അവർക്ക് ഫുഡിനുള്ള ഇതും പൈസയും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷിത വേല എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തപ്പോൾ എനിക്ക് തോന്നി ഒരു കൃപാസനം ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. എനിക്കറിയാവുന്ന കുറേ പേര് ആഡ് ചെയ്തു. പിന്നെ കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവരെയും എല്ലാവരെയും കുറച്ച് പേരെ ആഡ് ചെയ്തിട്ട് ഒരു 10-20 പേരെ ആഡ് ചെയ്തിട്ട് ഡെയിലി അവർക്ക് സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഉടമ്പടി പ്രയറും ഞാൻ അതിൽ സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ സ്ഥിരം സ്റ്റാറ്റസിൽ ഇടുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അഖണ്ഡ ജപമാല നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കും അതുപോലെ ചെയ്യണമെന്ന്. അങ്ങനെ ഈ വർഷം ഈ 2025 ഒക്ടോബറിൽ ഇവിടെ അഖണ്ഡ ജപമാല നടത്തുന്ന സമയത്ത് അവിടെ ശനിയാഴ്ച അന്ന് ഞാനും ഹസ്ബൻഡും മോളും ഞങ്ങൾ രാവിലെ ഞങ്ങളും ഇതുപോലെ ജപമാല എത്തിച്ച് ഞങ്ങളുടെ അവിടെ ഇടവക പള്ളി വരെ നടന്നു പോയി. അതായത് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ. അത്യാവശ്യം നല്ല ചൂടുള്ള സമയം തന്നെയായിരുന്നു. ഞങ്ങൾ നടന്ന് പോയി 8 ജപമാല എത്തിച്ച് മാതാവിന് സമർപ്പിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുർബാനയുടെ സമയമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് മലയാളമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കുർബാന ഉണ്ടായിരുന്നു, അത് ഇറ്റാലിയൻ കുർബാനയായിരുന്നു. ആ സമയത്ത് ആ കുർബാന അറ്റൻഡ് ചെയ്ത് കുർബാനയും സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് അത്രയും ദൂരം കാലിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത്രയും ദൂരം ഒന്നും നടക്കാൻ പറ്റില്ല. കുറച്ച് നടക്കുമ്പോഴത്തേനും കാലിൻ്റെ ഹിപ്പിന് ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെ അന്ന് അത്രയും കിലോമീറ്ററുകളോളം ആ ചൂടത്ത് നടന്നിട്ടും യാതൊരു കുഴപ്പമില്ലാതെ, ഈവൻ ഞാൻ ക്ഷീണിച്ചെങ്കിലും ഹസ്ബൻഡിന് കാലിന് ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവും യേശോപ്പച്ചനും ഞങ്ങൾ ആ അഖണ്ഡ ജപമാല റാലി ഞങ്ങൾ 3 പേരും ചേർന്നിട്ടാണെങ്കിലും അത് നടത്താനായിട്ട് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ കുടുംബ യൂണിറ്റ് പോലെ അവിടെ കുറേ യൂണിറ്റുകളുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നിലും ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു.
ഇപ്പോൾ ഈ ഒരു കുറച്ച് 6 മാസത്തിന് മുമ്പ് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോൾ അത് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഗ്രൂപ്പാണ്, സെല്ലാണ്. അത് റോസ മിസ്റ്റിക്ക മാതാവ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അവിടെ മറ്റ് സെല്ലുകൾക്കൊക്കെ പല പേരുകളാണെങ്കിലും ആകെ ഒരെണ്ണേ ഉള്ളൂ മാതാവിൻ്റെ ഗ്രൂപ്പ്, മാതാവിൻ്റെ നാമധേയത്തിലുള്ള യൂണിറ്റ്. ആ യൂണിറ്റിൽ ഞങ്ങളിപ്പോൾ ചേരുകയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ പ്രയറുകളും എല്ലാ ആഴ്ചയിലും അവിടെ പ്രയറും ആരാധനയും എല്ലാം ഉണ്ട്. അതിലൊക്കെ ഇപ്പോൾ അതുകൊണ്ട് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അച്ഛൻ എപ്പോഴും പറയും, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ എന്താണ് നിങ്ങൾ വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അച്ഛൻ എപ്പോഴും പറയും. അപ്പം ഞാനിത് കേൾക്കാറുണ്ടെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഐഡിയ കിട്ടിയത്, ഞാൻ ഓർത്തു ഒരു കൊന്ത ചെല്ലാമെന്ന് ഓർത്തു. എല്ലാവരും നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് കൊന്തകൾ ചെല്ലുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഒരു സ്പെഷ്യലായിട്ടൊരു കൊന്ത ചെല്ലാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ കുടുംബ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് രാത്രി ഞാൻ എൻ്റെതായ ഒരു കൊന്ത ചെല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൊന്തയിൽ ഓരോ രഹസ്യങ്ങളിലും ഓരോരോ കാര്യങ്ങൾ, അതായത് എൻ്റേതല്ല നമ്മുടെ അല്ലാത്തൊരു കാര്യങ്ങളാണ് വയ്ക്കുന്നത്. അതായത് ആദ്യത്തെ രഹസ്യത്തിൽ ഞാൻ കൃപാസനത്തിൽ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണം എത്രയും പെട്ടെന്ന് സഭ അംഗീകരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം ഞാൻ വയ്ക്കാറ് ഇവിടുത്തെ എല്ലാവരെയും ഞാൻ ഓരോരുത്തരെയും പേര് പറഞ്ഞാണ് മുഖം അവരുടെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജോസഫ് അച്ഛനെയും അലക്സ് അച്ഛൻ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സ്, ജോമോൾ സിസ്റ്റർ, പിന്നെ പാട്ട് പാടുന്ന ചേച്ചിയും ചേട്ടന്മാരും, പിന്നെ ചേച്ചിയും ചേട്ടനും, വിജയകുമാർ സാറ്, പിന്നെ മറ്റ് ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ളവർ, കൗണ്ടറിലിരിക്കുന്നവർ, ക്ലാസ് എടുക്കുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരെയും എല്ലാ ദിവസവും ഞാൻ രണ്ടാമത്തെ രഹസ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മൂന്നാമത്തെ രഹസ്യം ഞാൻ പ്രാർത്ഥിക്കുന്നത് കൃപാസനത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ, അവർക്ക് സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ബുദ്ധിമുട്ട്, അവരെ വിടാത്ത അങ്ങനത്തെ ചില ഫാമിലീസ് ഉണ്ട്. അവരെല്ലാവരും എത്രയും പെട്ടെന്ന് അമ്മമാതാവിൻ്റെ ഈ മണ്ണിൽ വന്ന് വരണമെന്നും അവരുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അമ്മമാതാവ് യേശോപ്പച്ചനും നടത്തി കൊടുത്ത് അവരെ വലിയൊരു സാക്ഷിയായി ആൾത്താരയിൽ നിർത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. നാലാമത്തെ രഹസ്യത്തിൽ ഞാൻ എത്തിക്കാറ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത, ഓൺലൈനോ തീർത്ഥാടക ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ, പ്രത്യേക ക്രിട്ടിക്കലായിട്ടുള്ള നിയോഗങ്ങൾ, വിവിധ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇനി വേറൊരു ആശ്രയം ഇല്ലാത്ത രീതിയിലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, അതുപോലെ ജപ്തി നടപടികൾ നേരിടുന്നവർ, മക്കളില്ലാത്ത, വിവാഹം നടക്കാത്തവർ, ഇങ്ങനെയുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള നിയോഗങ്ങൾ വെച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് അവരൊക്കെ കൃപാസനത്തിൽ നമ്മുടെ ഈ പള്ളിയുടെ അകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂലയിലിരുന്ന് കരഞ്ഞ് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരെയും അമ്മമാതാവ് നോക്കണം. യേശോപ്പച്ചൻ്റെ അടുത്തുനിന്ന് അവരുടെ നിയോഗങ്ങളെല്ലാം അമ്മ സാധിച്ചു കൊടുത്ത് അവരെ ഒരു വലിയ സാക്ഷികളാക്കി മാറ്റണമെന്നാണ് ഞാൻ നാലാമത്തെ രഹസ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറ്. അഞ്ചാമത്തേൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഉടമ്പടി എടുത്ത് പോയവർ, അവർ തിരിച്ചു വരാത്തവർ, അതായത് പുതുക്കാത്തവരും, അതുപോലെ ഉടമ്പടിയിൽ പറയുന്ന നിയോഗങ്ങളൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റാത്തവർ, പലവിധ കാരണങ്ങൾ, അവരെല്ലാവരും എത്രയും പെട്ടെന്ന് നിയോഗങ്ങൾ, നിബന്ധനകൾ ചെയ്യാനും ഉടമ്പടി വന്ന് പുതുക്കി വലിയൊരു പുതിയൊരു ഉടമ്പടി ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ച് യേശോപ്പച്ചനോട് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് അവരിവിടെ വന്ന് വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞ് അമ്മമാതാവിനെ യേശുവിനെയും മഹത്വപ്പെടുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള പ്രേക്ഷിത വേലയും കാരുണ്യ പ്രവൃത്തികളും. ഇത്രയും അനുഗ്രഹങ്ങളും എല്ലാം തന്ന യേശോയ്ക്കും അമ്മമാതാവിനും 1000 കോടി നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ നിൽക്കണമെന്ന് സ്വപ്നത്തിലാണ് എപ്പോഴും ഞാൻ വിചാരിക്കാറ്. പക്ഷെ അതിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് ഞാൻ ഒരു മനസ്സിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ അത് വന്ന് നിൽക്കാൻ എല്ലാത്തിനും സഹായിച്ച അമ്മമാതാവിനും യേശോപ്പച്ചനും 1000 കോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു.